ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ലിബർട്ടി ഈക്വാലിറ്റി ഫ്രറ്റേണിറ്റിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഡിഡ് ലൂയിസ് 14 മീൻ വെൻ ഹി ഡിക്ലയർഡ് ഐ ആം ദ സ്റ്റേറ്റ്? എന്താണ് ലൂയിസ് 14 ഐ ആം ദ സ്റ്റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്? ലൂയിസ് 14 വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രാൻസിലുള്ള എല്ലാ പവേഴ്സിൻ്റെയും സെൻറ്റർ താനാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ഈ ഒരു ലാൻഡിലത്തെ ലോ അല്ലെങ്കിൽ ആ കൺട്രിത്തെ ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഡിവൈൻ റൈറ്റ് തിയറി പ്രകാരം അദ്ദേഹത്തിന് ഈ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോഡ് ചൂസ് ചെയ്തതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When King Louis XIV said, I am the state, he was expressing his belief in absolute monarchy. This statement meant that he considered himself the center of all power in France. He believed that his personal will was the law of the land. According to the divine right theory, he felt he was chosen by God to rule. Therefore, he was accountable only to God, not to the people or any parliament. Question: What was the divine right theory? Divine right theory എന്തായിരുന്നു? രാജാക്കന്മാരുടെ അബ്സല്യൂട്ട് പവർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയ ആണ് ഡിവൈൻ റൈറ്റ് തിയറി. ഈ ഒരു തിയറി പ്രകാരം ഗോഡ് ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താണ് കിങ്സിനെ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതായത് രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ഗോഡാണ് കിങ്സിനെ ഡയറക്റ്റ് ആയിട്ട് നിയമിച്ചിരിക്കുന്നതാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ കിങ് എന്ന് പറയുന്നത് എർത്തിലുള്ള ഗോഡ്സിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് അദ്ദേഹം ഈ ഒരു തിയറി പറയുന്നത്. അതായത് കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും റിബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പാപമായി കണക്കാക്കുകയും അത് ഗോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന റിബലായിട്ടാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഡിവൈൻ റൈറ്റ് തിയറി വാസ് എ പൊളിറ്റിക്കൽ ഐഡിയ യൂസ്ഡ് ടു ജസ്റ്റിഫൈ ദ ആബ്സല്യൂട്ട് പവർ ഓഫ് കിങ്സ്. According to this theory, a king's right to rule came directly from God. The king was seen as God's representative on earth. This meant the king was not accountable to his subjects or any earthly institution like a parliament. To rebel against the king was considered a sin, like rebelling against God himself. Question: What was the main argument of Rousseau in his work, The Social Contract? സോഷ്യൽ കോൺട്രാക്ട് എന്ന വർക്കിലൂടെ റൂസെ പറയുന്ന മെയിൻ ആർഗ്യുമെന്റ് എന്താണ്? ഇപ്പൊ സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്കിലൂടെ റൂസെ വന്നിട്ട് അബ്സല്യൂട്ട് പവർ ഓഫ് കിങ്സിന്റെ എഗെയിൻസ്റ്റ് ആണ് ആർഗ്യൂ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, റൂളറിന്റെയും പീപ്പിളിന്റെയും ഇടയിലുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ ബേസിസിലാണ് ഒരു ഗവൺമെന്റ് എന്നാണ്. അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, പീപ്പിൾ ആണ് അവരുടെ വെൽഫെയറും അതുപോലെ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ കിങ്ങിന് കൊടുക്കുന്നതെന്നാണ് എന്നാണ്. ഇപ്പൊ കിങ് ഈ ഒരു ജോബ് ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനെ ചേഞ്ച് ചെയ്യാനുള്ള പവർ വന്നിട്ട് പീപ്പിൾക്ക് ഉണ്ട് എന്നാണ് ഈ ഒരു ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ റൂസെ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. In his book, The Social Contract, Rousseau argued against the absolute power of kings. He said that government is based on an agreement or contract between the ruler and the people. The people give power to a king to protect their welfare and rights. If the king fails to do this and becomes a tyrant, he breaks the contract. In that case, the king loses his right to rule and the people have the right to change the government. Question: What was Montesquieu's proposal for the structure of government? ഒരു ഗവൺമെന്റിന്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് മോണ്ടസ്ക്യൂവിന്റെ പ്രപ്പോസൽ എന്തായിരുന്നു? ഇപ്പൊ മോണ്ടസ്ക്യൂ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബുക്കായ ദ സ്പിരിറ്റ് ഓഫ് ലോസിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്താ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ, ഗവൺമെന്റിനെ 3 സെപ്പറേറ്റ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ്. ആ 3 ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലെജിസ്ലേറ്റീവ്, അതായത് വിച്ച് മേക്സ് ലോസ്, രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് വിച്ച് എൻഫോഴ്സസ് ലോ, മൂന്നാമത് പറയുന്നത് ജുഡീഷ്യൽ ആണ്, അതായത് വിച്ച് ഇന്ററപ്റ്റ്സ് ലോ ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: In his book, The Spirit of Laws, Montesquieu proposed a way to protect the freedom of individuals. He was against the tyranny that results from having too much power in one place. He suggested that the powers of government should be divided into 3 separate branches. These branches are the legislative, which makes laws, the executive, which enforces laws, and the judicial, which interprets law. This separation of powers would create a system of checks and balances and prevent despotism. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: Who were the physiocrats and what did they advocate? ഫിസിയോക്രാറ്റ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്, അവരെന്താണ് പിന്തുണച്ചത്? ഫിസിയോക്രാറ്റ്സ് പറഞ്ഞാൽ ഫ്രഞ്ച് എക്കണോമിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പാണ്. അവർ വിശ്വസിച്ചിരുന്നത് ഒരു നേഷന്റെ വെൽത്ത് പറയുന്നത് അഗ്രികൾച്ചറിൽ നിന്നും അതുപോലെ തന്നെ ലാൻഡിൽ നിന്നാണ് വരുന്നതെന്നാണ്. കിങ് ലൂയിസ് 16 പ്രൊമിനന്റ് ആയിട്ടുള്ള 2 ഫിസിയോക്രാറ്റ്സ് പറയുന്നത് ഒന്ന് ടർഗോട്ടും മറ്റേത് നെക്കറുമാണ്. അവർ വന്നിട്ട് മിഡിൽ ക്ലാസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്കണോമിക് പോളിസീസ് ആണ് പ്രപ്പോസ് ചെയ്തത്. അവരുടെ മെയിൻ ഐഡിയാസിൽ ഇൻക്ലൂഡഡ് ആയത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് അലോ ചെയ്യുക, അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഒക്കെ റീഫോം ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The physiocrats were a group of French economists who had influential ideas before the revolution. They believed that a nation's wealth comes mainly from agriculture and land. Prominent physiocrats like Turgot and Necker served as advisors to King Louis XVI. They proposed economic policies that supported the middle class. Their main ideas included promoting agriculture, allowing free trade of food, and reforming the unfair tax system. Question: What were the grievances of the Third Estate presented at the Estate General? Estate Generalil തേർഡ് എസ്റ്റേറ്റ് പ്രസന്റ് ചെയ്ത ഗ്രീവൻസസ് അല്ലെങ്കിൽ കംപ്ലൈൻസുകൾ എന്തൊക്കെയായിരുന്നു? 1789 എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് നടന്നപ്പം തേർഡ് എസ്റ്റേറ്റുകാർ ഒരു ലിസ്റ്റ് ഓഫ് കംപ്ലൈൻസും ഡിമാൻഡ്സും കൊണ്ടുവന്നിരുന്നു. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഫെയർ ടാക്സ് സിസ്റ്റം ആയിരുന്നു. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ക്ലർജിയും നൊബിലിറ്റിക്കാരും അവരെ പോലെ തന്നെ ടാക്സ് പേ ചെയ്യണം എന്നായിരുന്നു അവരുടെ കംപ്ലൈൻറ്റ്. രണ്ടാമത് പറയുന്നത് അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസിനൊക്കെ ഒരു എൻഡ് കൊണ്ടുവരണം എന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അവർ ഡിമാൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When the Estates General met in 1789, the Third Estate brought a list of complaints and demands. Their most important demand was for a fair tax system. They wanted the first and second estate, the clergy and nobility, to also pay taxes. They also called for an end to the special privileges enjoyed by the upper classes. They demanded a constitutional monarchy where the king's powers would be limited by a constitution. Question: Who were the key leaders of the Third Estate during the Tennis Court Oath? ടെന്നീസ് കോർട്ട് ഓത്തിന്റെ സമയത്ത് തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന കീ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ടെന്നീസ് കോർട്ട് ഓത്തിന്റെ സമയത്ത് തേർഡ് എസ്റ്റേറ്റിൽ ലീഡ് ചെയ്തത് മെയിനായിട്ട് 3 ലീഡേഴ്സ് ആയിരുന്നു. അതിൽ ആദ്യത്തെ ലീഡർ പറയുന്നത് ജീൻ സിൽവേൻ ബെയ്ലിയാണ്. അദ്ദേഹം വന്നിട്ട് നാഷണൽ അസംബ്ലിയിലെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ വന്നത് അബേ CS ആണ്. അദ്ദേഹം വന്നിട്ട് ഒരു ക്ലർജിമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ഫേമസ് ആയിട്ടുള്ള വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ് എന്നത്. പിന്നെ മൂന്നാമത് വന്ന ലീഡറാണ് മിർബോ. മിർബോ പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറും അതുപോലെ സ്പീക്കറും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The Third Estate's stand during the Tennis Court Oath was led by several important figures. One key leader was Jean Sylvain Bailly, who was the president of National Assembly. Another was the Abbé CS, a clergyman who strongly supported the cause of the common people. He wrote a famous pamphlet called What is the Third Estate? Mirbeau, a nobleman elected to represent the Third Estate, was another powerful leader and speaker at this event. Question: Why was the guillotine used during the Reign of Terror?
റീൻ ഓഫ് ടെററിന്റെ സമയത്ത് എന്തിനായിരുന്നു ഗില്ലോട്ടൈൻ യൂസ് ചെയ്തിരുന്നത്? ഇപ്പോൾ ഗില്ലോട്ടൈൻ പറയുന്നത് ഒരു മെഷീനാണ്, അതായത് ജനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനായിരുന്നു. ഇപ്പോൾ റീൻ ഓഫ് ടെററിന്റെ സമയത്ത് റവല്യൂഷണറി ഗവൺമെന്റ് വന്നിട്ട് അവരുടെ എനിമീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗില്ലോട്ടൈൻ വന്നിട്ട് റവല്യൂഷണറി ജസ്റ്റിസിന്റെ ഒരു സിമ്പിളായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് എല്ലാവരുടെയും ക്ലാസ് നോക്കാതെ എല്ലാവർക്കും സെയിം ഡെത്ത് ആണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് കൊടുത്തിരുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ, അതായത് കിങ് ലൂയിസ് 16 മുതൽ റവല്യൂഷണറി ലീഡർ ആയിട്ടുള്ള റോബസ്പിയർ വരെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The guillotine is a machine designed to behead people quickly and was named after Dr. Guillotine. It was proposed as a more humane and efficient method of execution than older, more brutal methods. During the Reign of Terror, the revolutionary government wanted to eliminate its enemies swiftly. The guillotine became a symbol of revolutionary justice, giving the same death to everyone, regardless of class. Thousands of people, from King Louis XVI to the revolutionary leader Robespierre, were executed by it. Question: What was the September massacre? September massacre അല്ലെങ്കിൽ സെപ്റ്റംബർ കൂട്ടക്കൊല പറഞ്ഞാൽ എന്തായിരുന്നു? 1792 സെപ്റ്റംബറിൽ പാരീസിൽ നടന്ന പീരീഡ് ഓഫ് എക്സ്ട്രീം വയലൻസിനെയാണ് സെപ്റ്റംബർ മസാക്കർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഇത് നടന്നത് റീൻ ഓഫ് ടെററിന്റെ കാലഘട്ടത്തിലായിരുന്നു. റെവല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ജനങ്ങളിനെ, അതിൽ റെവല്യൂഷന്റെ എനിമീസായി കണക്കപ്പെട്ടുന്ന ജനങ്ങളിനെ സിറ്റിയിലുള്ള പ്രിസണിൽ കൊണ്ടുപോയിട്ട് അവരെ അടച്ചിരുന്നു. അങ്ങനെ പ്രിസൺ ഈ ഒരു ജനങ്ങളും കൊണ്ട് നിറയുകയാണ് ചെയ്തത്. അപ്പോൾ ആളുകൾ പേടിച്ചിട്ട്, അതായത് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഫോറിൻ ആർമീസിനെ സഹായിക്കുമോ എന്ന് കരുതിയിട്ട് ആളുകൾ വന്നിട്ട് പ്രിസണിൽ അതിക്രമിച്ച് കയറി. എന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ 1500ഓളം പ്രിസണേഴ്സിനെ സ്ട്രീറ്റിൽ ക്രൂരമായി കൊലപ്പെടുത്തി. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The September massacre was a period of extreme mob violence in Paris in September 1792. This happened during the most radical phase of the revolution, the Reign of Terror. The city's prisons were full of people accused of being enemies of the revolution. Fearing that the prisoners would escape and help foreign armies, angry mobs stormed the prisons. Over several days, they brutally killed about 1,500 prisoners on the streets. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് നെപ്പോളിയൻസ് മിലിറ്ററി റിഫോംസ്. നെപ്പോളിയൻസിന്റെ മിലിറ്ററി റിഫോംസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പം നെപ്പോളിയൻ പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡറാണ്. അദ്ദേഹം ഫ്രഞ്ച് ആർമീനെ ഒന്നും കൂടി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് പല മാറ്റങ്ങളും വരുത്തി. അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ഫ്രഞ്ച് ആർമീനെ റീഓർഗനൈസ് ചെയ്യുകയാണ്, അതായത് സ്മോളർ മോർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആക്കി മാറ്റി. ആ ഓരോ യൂണിറ്റിനെയും കോപ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ഈ ഓരോ കോപ്സിനും അതിൻ്റെതായ ഇൻഫാൻട്രിയും അതുപോലെ കാവലറിയും അതുപോലെ ആർട്ടിലറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തത് കൊണ്ട് ഈ ഒരു കോപ്സ് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ്സ് ഓഫ് ആർമിക്ക് വന്നിട്ട് പെട്ടെന്നും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ, ബാറ്റിൽ ഫീൽഡിൽ മൂവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഫ്രഞ്ച് ആർമി വന്നിട്ട് മോസ്റ്റ് പവർഫുള്ളും അതുപോലെ തന്നെ യൂറോപ്പിൽ തന്നെ ഡൊമിനൻ്റ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Napoleon was a brilliant military commander and he reformed the French army to make it stronger. He reorganized the army into smaller, more flexible units called corps. Each corps was like a small army in itself with its own infantry, cavalry and artillery. This structure allowed his army to move very fast and be very flexible on the battlefield. His reforms made the French army the most powerful and dominant military force in Europe for many years. Question: Why was Britain Napoleon's arch enemy? എന്തുകൊണ്ടാണ് ബ്രിട്ടനെ നെപ്പോളിയന്റെ ആർക്ക് എനിമിയാണെന്ന് വിളിക്കുന്നത്? ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ പറയുന്നത് നെപ്പോളിയന്റെ ബിഗ്ഗസ്റ്റ് എനിമിയാണ്. അതിന് കുറേ അധികം റീസൺസ് ഉണ്ട്. അപ്പോൾ നെപ്പോളിയന് ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ വന്നിട്ട് ഒരു തടസ്സമായിരുന്നു. കാരണം ബ്രിട്ടൻ പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി അവർക്കുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്കലി ബ്രിട്ടൻ പറയുന്നത് വളരെ വെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു വെൽത്ത് യൂസ് ചെയ്തിട്ട് ബ്രിട്ടൻ വന്നിട്ട് യൂറോപ്യൻ കൺട്രീസിനെ യൂസ് ചെയ്തിട്ട് ഫ്രാൻസിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, നെപ്പോളിയൻസിന്റെ അംബീഷനും അതുപോലെ ഐഡിയാസ് ഓഫ് റെവല്യൂഷന് അഗെയിൻസ്റ്റ് ആയിരുന്നു ബ്രിട്ടന്.
അപ്പോൾ ഇതുമൂലം നെപ്പോളിയന് വന്നിട്ട് യൂറോപ്പിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്രേറ്റ് ബ്രിട്ടനെ നെപ്പോളിയൻസിൻ്റെ ആർക്ക് എനിമി ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Great Britain was Napoleon's biggest and most determined enemy for several reasons. Militarily, Britain's powerful navy ruled the seas, which stopped Napoleon from invading England. Economically, Britain was very wealthy due to the Industrial Revolution and its global trade. It used this wealth to pay other European countries to fight against France. Politically, Britain was against the ideas of revolution and Napoleon's ambition to control all of Europe. Question: What was the goal of Napoleon's educational reforms? Napoleon's educational reforms goals എന്തായിരുന്നു? ഇപ്പം നെപ്പോളിയൻസിൻ്റെ എഡ്യൂക്കേഷണൽ റിഫോംസ് വന്നിട്ട് മെയിനായിട്ട് എയിം ചെയ്തത് സെൻട്രലൈസ്ഡും അതുപോലെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടും അതുപോലെ ആർമി ഓഫീസേഴ്സായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോയൽ സിറ്റിസൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഗവൺമെൻറ് റൺ ചെയ്യുന്ന സെക്കൻഡറി സ്കൂൾസായ ലേസീസും എസ്റ്റാബ്ലിഷ് ചെയ്തു. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Napoleon's educational reforms aimed to create a centralized and merit-based school system to serve the state. His main goal was to produce educated and loyal citizens who could work as government officials and army officers. He established government-run secondary schools called lycees that focused on a standard curriculum and discipline. He also created the University of France, which gave the state full control over the nation's education. These reforms were designed to strengthen his government by training a skilled and patriotic elite. Question: How did the French Revolution promote the idea of nationalism? എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഐഡിയ ഓഫ് നാഷണലിസം പ്രൊമോട്ട് ചെയ്തത്? ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ മോഡേൺ ഐഡിയ ഓഫ് നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം റോള് പ്ലേ ചെയ്യുന്നുണ്ട്. റവല്യൂഷൻ്റെ മുമ്പ് വന്നിട്ട് ജനങ്ങൾ അവരുടെ കിങ് അല്ലെങ്കിൽ റോയൽ ഫാമിലിയോടാണ് കൂടുതൽ ലോയൽറ്റി കാണിച്ചത്. പക്ഷേ റവല്യൂഷൻ എന്താ ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ പവർ വന്നിട്ട് നേഷന് ബിലോങ് ചെയ്താണ്. നേഷൻ പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ബിലോങ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ വന്നിട്ട് യൂറോപ്പും അതുപോലെ തന്നെ മറ്റു ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലത്തെ ജനങ്ങൾക്ക് ഇൻസ്പയർ ആവുകയും അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി നേഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഈ ഒരു കൺസെപ്റ്റ് അവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The French Revolution played a huge role in developing the modern idea of nationalism. Before the revolution, people's loyalty was to a king or a royal family. The revolution declared that power belongs to the nation, which means all the people of France. It promoted the idea that a nation is a community of citizens with a shared identity and culture. This powerful concept inspired people all over Europe and the world to fight for their own nations. Question: What was the Directory? Directory പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ ഡയറക്ടറി വന്നിട്ട് 1795 കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫ്രാൻസിൻ്റെ ഒരു ഗവൺമെൻറ് ആണ്. ഈ ഒരു ഗവൺമെൻറ് വന്നിട്ട് റീൻ ഓഫ് ടെററിൻ്റെ എൻഡിന് ശേഷമാണ് ക്രിയേറ്റ് ആയത്. ഇപ്പോൾ ഈ ഒരു ഡയറക്ടറിയിൽ മെയിനായിട്ട് 5 മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റിയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡയറക്ടറി വന്നിട്ട് കറപ്റ്റഡും വീക്കും ആയതിനാൽ ഫ്രാൻസിൻ്റെ എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അത് ഫെയിലായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Directory was the government of France established by a new constitution in 1795. It was created after the end of the violent Reign of Terror. The executive power was given to a committee of 5 members called directors. This was done to avoid putting too much power in the hands of one person like Robespierre. However, the Directory was corrupt and weak, and it failed to solve France's economic problems, leading to downfall. Question: What were the main causes of economic crisis in France in 1770s? 1770s ഫ്രാൻസിൽ ഉണ്ടായ എക്കണോമിക് ക്രൈസിസിൻ്റെ മെയിൻ കോസസ് എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ഫ്രാൻസിൽ വന്നിട്ട് കുറേ ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ഫോളായിരുന്നു. അതായത്
അഗ്രികൾച്ചർ ഫോളോ ചെയ്തതോടെ ഫുഡിൻ്റെ പ്രൈസസ്, അതായത് ബ്രെഡ് പോലത്തുള്ള ഫുഡിൻ്റെ പ്രൈസസ് ഒക്കെ വളരെയധികം കൂടുതലായി. അതേസമയം വേജസ് ഇൻക്രീസ് ആവുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഫുഡ് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ വന്നത് ബ്രിട്ടനുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ വന്നിട്ട് ചീപ്പ് ബ്രിട്ടീഷ് ഗുഡ്സ് ആയിരുന്നു ഫ്രാൻസിലോട്ട് കൊണ്ടുവന്നിരുന്നത്. അത് വന്നിട്ട് കുറേ ഫ്രഞ്ച് വർക്കേഴ്സിന് അവരുടെ ജോബ് ലോസ് ചെയ്യാനും കാരണമായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റും വളരെയധികം കടത്തിലായിരുന്നു. അവർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാശ് ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം വന്നിട്ട് മിഡിൽ ക്ലാസ് പീപ്പിളിനെ വളരെ കോപിതരാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The French economy faced a severe crisis due to a number of reasons. A key reason was a fall in agricultural production, which caused food prices, especially bread, to rise sharply. At the same time, wages did not increase as much, so people could not afford to buy food. A trade deal with Britain allowed cheap British goods to enter France, causing many French workers to lose their jobs. The government was also in huge debt from borrowing money, and the unfair tax system angered the middle class. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.